ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ വിൽക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവരെല്ലാവരും കൂടെ എൻ്റെ ഹലോ ഗൈസ് എന്ന് ഞെട്ടിയിരിക്കുകയാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. സോ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേക്കപ്പ് ലുക്ക് ട്യൂട്ടോറിയൽ ഞാനല്ല ചെയ്യുന്നത്. കമോൺ, നജിയാണ് ചെയ്യുന്നത്. മേക്ക് ഓവർ ബൈ ഹയാത്ത് ഹിസ്റ്ററി. ഈ അലൈനേഴ്സ് ഇട്ടേക്കണുണ്ട്, തട്ടണുണ്ട് സംസാരിക്കുമ്പം. സോ നജിയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യണം. ഓൾറെഡി എൻ്റെ ഒരു അവാർഡ് ലുക്ക് നജിയാണ് ചെയ്യുന്നത്. എനിക്ക് അന്ന് പോലും മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഇന്ന് നജിയ പറയൂ, എന്ത് മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്? എയർ ബ്രഷ് മേക്കപ്പ് ആണ്, പക്ഷെ ഒരു ഗ്ലാസ് സ്കിൻ ഫിനിഷ് ഉണ്ടാവും. ഔട്ട്ഡോർ വെഡിങ് ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റിംഗ് ആണ്. ഇത് കണ്ടാ കൂടിയ പുള്ളിയ ചേച്ചി, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അല്ലേ? ഒരു ദിവസം ഇല്ലാത്ത കുരു നല്ല പഴുത്ത് ഇങ്ങനെ തുടാൻ നിൽക്കണം. ലെൻസ് വയ്ക്കാൻ പോവേണേ. എന്ത് വെച്ച് ലെൻസ് അല്ല, കളർ ഗ്രേ യാ അറിഞ്ഞൂടാ. അല്ല മീൻസ് പറഞ്ഞോ, ചെയ്തോ. ടെൻഷൻ കാരണം എന്തൊക്കെ ഞാൻ വിളിച്ച് പറയാനുണ്ട്. ഓക്കെ, എൻ്റെ ഫിംഗറിലേക്ക് ഒന്ന് നോക്കിക്കേ. ഓക്കെ, ഒന്ന് ക്ലോസ് ചെയ്ത് തുറന്നോ. ഒന്നുകൂടെ ഓക്കെ അല്ലേ? ഇതെന്തോ നജി അടിച്ചത് ടോണറല്ലേ? കുറച്ച് നല്ല ഗ്ലോ ഉണ്ട് കേട്ടോ. ആ ഫാനൊക്കെ ഉണ്ടേ. ഓഫ് ചെയ്യണോ? പറ്റുണ്ടോ? പൂക്കി ടെൻഷൻ ഉണ്ടോ? എനിക്ക് ചെറുതായിട്ട് എന്താന്നറിയില്ല. ടെൻഷനാ? അത്രയും ക്യാമറയെ കണ്ടിട്ടില്ലേ? നമുക്ക് ഐബ്രോസ് അധികം ഉണ്ടാക്കണ്ടല്ലോ ചേച്ചി. നജിക്ക് അറിയില്ല, എനിക്ക് ദിഗംബരനെ പോലത്തെ പിരികയാണ് ഇഷ്ടം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സട്ടിലാക്കി തന്നെ പോവാം. എനിക്കാണെങ്കിൽ എത്ര വരച്ചാലും എനിക്ക് അങ്ങോട്ട് തികയില്ല. ഇതാണോ ഈ പാലറ്റ്? ഇത് അല്ല, ഈ സാധനം നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടിയുടെ പേരാണ് ഐബ്രോസ് ഫില്ലിങ് കഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്യുന്നു. മേക്കപ്പ് ചെയ്യാൻ പോണ സോഫ്റ്റ് ലുക്ക് ഐഷാഡോസിന്റെ കളേഴ്സ് എന്തോ പിങ്ക് ആണ്, ബ്രൗൺ പോവാന്ന്. ആ ഓക്കെ. ഇപ്പം നമ്മളൊരു സാധനം കണ്ണിൻ്റെ അടി വയ്ക്കേ. ഓക്കെ, ഞാൻ ഇതുവരെയും വെച്ചിട്ടില്ല. ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. ഞാൻ പറഞ്ഞു ഇത് തന്നെ വയ്ക്കണം. ചേച്ചിയിലും വേറെ ഉണ്ട്, ശരി ചേച്ചി നജീരിയയിലും വേറെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കിത് വാങ്ങിച്ചോണ്ടേ. ഇത് ഒരുപാട് പേര് ഇങ്ങനെ വച്ച് അതായത് ഇങ്ങനെ കുറച്ച് കേക്ക് ആവും, അതല്ലേ ഹൈഡ്രേഷൻ തരും. നമ്മൾ പ്രൈമർ ഒന്നും ഇട്ടിട്ടില്ലല്ലോ?
നമ്മൾ ജസ്റ്റ് ഐബ്രോസും സെറ്റ് ചെയ്ത് ഇനി ഐ മേക്കപ്പും ചെയ്ത് ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ടേ നമ്മൾ ഇനി ബാക്കി ചെയ്യുള്ളൂ. ഐ ഷാഡോ സ്റ്റാർട്ട് ചെയ്യാം. ആ ബ്രൗൺ ആണോ? ലൈറ്റ് പീച്ചാണ്. നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു ഇംഗ്ലീഷ്, അതെ ഇംഗ്ലീഷ് അതായത് മറ്റേ ഇവിടെ നിന്ന് വരണേണ് ഞാൻ. ആ കൊണ്ണേരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് ലുക്ക് വേണം. ദുരാഗ്രഹങ്ങൾ, അതാണ് തീം. ഞാൻ കുറച്ച് പേരല്ലേ ഉള്ളൂ. മതി മതി മതി. നമ്മളിങ്ങനെ തിളങ്ങി നിൽക്കണം. കുറച്ച് തിളക്കം കണ്ടോ നീ? എനിക്ക് സമയം എടുക്കും തോറും ടെൻഷൻ. അല്ല എനിക്കങ്ങനെ എന്തറിയാമോ, ഞാൻ മറ്റൊന്നിനാണ് ഈ ഗുണ്ടാപ്പണിയൊക്കെ ആണെങ്കിൽ ഓക്കെ, ആരും ബെരട്ടാൻ അടി ഉണ്ടാക്കാനൊക്കെ ഓക്കെ, പക്ഷേ ഈ സോഫ്റ്റ് ലുക്ക് എനിക്ക് പറ്റൂല. മാത്രം കുറച്ച് ഡാർക്ക് ബ്രൗൺ കൊടുക്കാം. ഫുൾ സെറ്റിൽ ആയാലേ ചിലപ്പോൾ ഇതിനു മുമ്പ് ചെയ്യാത്തോണ്ട് ഞാനങ്ങനെ പുറത്തുനിന്ന് ഞാൻ എപ്പോഴും വാലിട്ട് കണ്ണെഴുതി അങ്ങനത്തെ പരിപാടി ഞാൻ ഉള്ളൂ. കോട്ടല്ല എല്ലാവരും എക്സ്പെക്ട് ചെയ്യണ കോട്ട് സ്യൂട്ട്, വലിയ ഗൗണൊന്നുമില്ല കൈസ്. നജിയ ഡ്രസ്സ് എങ്ങനെയുണ്ട്? സിമ്പിൾ ബ്രൗൺ കാജൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഓക്കേ, മുടി പാടുണ്ടോ അച്ചി ചെയ്യേ? എന്തോ ഓൾറെഡി മറ്റേ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നേ, പക്ഷെ ഇപ്പം വീണ്ടും ചുരുണ്ട്. ചെയ്തിട്ട് എനിക്ക് 2-3 മാസം ആവും. ഇനി ഉറക്കം വരണം. സാറിന് ഞാൻ 11 മണിയോടെ ഉറങ്ങണ ആളാണ്. 10 ഇന്നലെ 12 മണിയാകുമ്പോഴേ കിടന്ന് 8:30 എണീറ്റത്. ഒരു മനുഷ്യന് വേണ്ട ഉറക്കമൊക്കെ ഞാൻ ഉറങ്ങി. എന്നാലും എനിക്കൊരിതുണ്ട്, കുറെ നല്ല ഉറങ്ങി എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുക ഞാൻ എണീക്കൂല. ഞാൻ എണീക്കൊക്കെ ചെയ്യാം ആവശ്യം വരുമ്പോൾ. സമയമുണ്ടല്ലോ അല്ലേ നമുക്ക്? കഴിയുമല്ലേ? ഇനി ബാക്കിയൊന്നുമില്ലല്ലേ? മറ്റേ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ പോലെ, മറ്റേ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ട്. എനിക്കാണെങ്കിൽ കണ്ണടയ്ക്കുമ്പോൾ ഉറക്കാൻ വരണം. അയ്യോ, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോവില്ല. സത്യമായിട്ട് ഞാൻ ഉറങ്ങും. അല്ല കുഴപ്പമില്ല. എന്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നാ? കൊള്ളാം, പക്ഷെ നല്ല സുഖമുണ്ട്, നല്ല സുഖം. കുറച്ച് കുരുവിലോട്ടുകൂടെ വെച്ചങ്ങ് വെച്ചേക്കും. വേണം ഞാൻ വയ്ക്കാം. 2 കുരുക്കളാണ് എനിക്കിപ്പോൾ ഉള്ളത്. കുറച്ചൊന്ന് താന്നിരിക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി ആ വിക്ടോറിയ സ്റ്റൈൽ ആ മിറർ ഒന്ന് ഇതെല്ലാവർക്കും ഉള്ളതാണോ? അപ്പം ഇത് വേണമെങ്കിൽ നജേ
മോയ്സ്ചറൈസർ ബോബി ബ്രൗൺ ചേച്ചിട്ടോ മോയ്സ്ചറൈസർ ആണ് ട്ടോ ബോബി ബ്രൗണിന്റെ വൈറ്റമിൻ ഇ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ നല്ലതാണ്. ഇങ്ങനെ ഇങ്ങനെ പഴുത്ത് ജ്വലിച്ച് നിൽക്കണം. ആവാറാവുന്നവരിയ്ക്കും. പ്രൈമറാണ് നഴ്സ്. ഗ്ലോയിങ്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മൾ ഈ എയർ ബ്രഷിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ അതിൽ ഒഴിച്ചിട്ടല്ലേ അത് അതിന് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വെച്ച് ചെയ്യണതാണ് കുറച്ച് ബെറ്റർ. മറ്റേത് ഡൈല്യൂട്ടർ മിക്സ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി തെറ്റിപ്പോയാൽ പാച്ചി ഓ ഓ എയർ ബ്രഷ് ഡൈല്യൂട്ടർ ഇല്ലേ, മനസ്സിലായി. ക്വാണ്ടിറ്റി കറക്റ്റ് അല്ലെങ്കിൽ ലിപ് ബാം ഞാൻ കൊണ്ടുവന്നു. അതാണോ ഇല്ലുമിനേറ്റർ ആണ്ടാ ഇന്നർ ഗ്ലോ കിട്ടാണ്. ഇല്ലുമിനാട്ടി. എൻ്റെ ചളുവിനൊക്കെ അവർ ചിരിച്ചു തരും. അതാണ് എൻ്റെ ഒരു സന്തോഷം. പേടിയാവണം. എല്ലാവരെയും മുഖത്തൊക്കെ ചിരിക്കണ ആരെയാലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ. ഇൻറ്റിമേറ്റ് ഫംഗ്ഷൻ ആണ്, എൻ്റെ ആൾക്കാരാണ് എല്ലാവരും, പക്ഷെ എന്നാലും എനിക്ക് ടെൻഷൻ. ഞാൻ നജീരയിലാണ് ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടാ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ മറ്റേ ഇത് ഒട്ടിച്ചില്ലേ കയ്യിൽ നിന്ന് തന്നെ. ആ ഞാൻ ഇങ്ങനത്തെ പാലറ്റ് കണ്ടില്ല. ഞാൻ മറ്റേ സ്റ്റീലിൻ്റെ ഉണ്ടല്ലോ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. പിന്നെ അല്ലെങ്കിൽ നജ്ജ കയ്യിലൊരു സാധനം ഒട്ടിക്കും. അതിനാണ് ഭയങ്കര ഹൈജീനിക്കായിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പ്രപ്പ് ചെയ്ത് പ്രൈമർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം ആയിട്ട് പ്രപ്പ് ചെയ്ത് ഇനി നമ്മൾ മേക്കപ്പിലോട്ട് പോവാണ്. ആദ്യം നമ്മൾ കളർ കറക്റ്റർ. ഓക്കെ, ഹുഡ ബ്യൂട്ടിയുടെ പീച്ച് അല്ലേ, പീച്ച് കളർ കറക്റ്റാണ് യൂസ് ചെയ്യണത്. കണ്ണിൻ്റെ താഴെ ഇവിടെയൊക്കെ വരും. എനിക്ക് അത്യാവശ്യം ഞാൻ ഈ 2-3 ദിവസം നല്ല വെയിൽ കൊണ്ട്, ഞാൻ വെയിൽ കൊള്ളണ്ട എന്ന് വിചാരിച്ചിട്ടും ഞാൻ നന്നായിട്ട് വെയിൽ കൊണ്ട്. എയർ ബ്രഷ് അല്ലേ? ഓക്കെ ഗൈസ്, ഡിയോറിൻ്റെ ഫൗണ്ടേഷൻ. ഞാൻ ഡിയോറിൻ്റെ യൂസ് ചെയ്യണത് നജിയയുടെ ആണ്. അന്നില്ലേ? ഇല്ല, ഞാൻ വിചാരിച്ചു ഞാൻ ബാംഗ്ലൂർ പോകുന്നുണ്ട്, അപ്പോഴത്തേക്ക് സെഫോറയിൽ നിന്ന് ട്രൈ ചെയ്ത് വാങ്ങാം. ഇതെന്നാ അന്നത്തെ കറക്റ്റ് ഷെയ്ഡല്ലേ? ആ ഞാൻ സൗണ്ടൊക്കെ കേൾക്കുമല്ലേ? ഓക്കെ ഗൈസ്, നമ്മളിനി എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യാൻ പോകണം. എൻ്റെ ലൈഫിൽ ആദ്യത്തെ എയർ ബ്രഷ് മേക്കപ്പാണ്. കമോൺ, സ്പ്രേ ചെയ്യൂ. കണ്ണടയ്ക്കണോ തുറക്കണോ? കണ്ണടച്ചു. ആ സൈഡിലോട്ട് തിരിഞ്ഞ്
അയ്യോ ഭയങ്കര കാറ്റടിക്കണ പോലെ. സോ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എയർ ബ്രഷ്. എങ്ങനെയെന്നറിയും, ഇങ്ങനെ കാറ്റടിച്ച് കണ്ണാണക്ക്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടാ, ഈ ബേസിൽ ഫൗണ്ടേഷൻ കൊടുക്കാൻ നമുക്ക് അല്ലാതെയും ചെയ്യാമല്ല? അതാണ്ട കഴുത്തിൽ നല്ല കവറേജ് വന്നു. അപ്പം ഇപ്പോൾ ഒരു വെളുത്ത ഒരു എഫക്റ്റ് ഉണ്ട്. അത് അതിങ്ങനെ സെൽഫ് സെറ്റ് ആവും. ഓക്കെ ആ പിന്നെ സെറ്റ് ആവും. ഓക്കെ അപ്പം ഞാൻ എൻ്റെ മെഷീൻ വെച്ചതൊന്ന് സെറ്റ് ആക്കട്ടെ. ഫെൻഡി ഫെൻഡിയുടെ കോണ്ടോർ സ്റ്റിക്കാണ്. വെയിൽ വന്നു. ഞാനാണെങ്കിൽ ടെൻഷനായിരുന്നു. അത് ചെറുതായിട്ട് എനിക്ക് മഴയും പെയ്യും, ഔട്ട്ഡോറാണ്. കുഴപ്പമില്ല. ഇങ്ങനെ താഴ്ത്തി പിടിക്കാം. റെയർ ബ്യൂട്ടി അല്ലേ ബ്ലഷ്? മറ്റേ ഗൂച്ചിയുടെ ഹൈലൈറ്റർ ഉണ്ടാ? അല്ല ഞാൻ ചോദിച്ചത്, മീൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട്? നല്ലതാണോ? ഞാൻ ആണോ? എന്ത് പറ്റും? ആണോ? ഡെയിലി യൂസിന് അങ്ങനെയൊക്കെ പറ്റും, ബ്രൈറ്റ്സിന് പറ്റില്ല. മനസ്സിലായി, ജെല്ല് പോലെ ഇങ്ങനെ. അത് ഞാൻ വാങ്ങാൻ ഇങ്ങനെ. താങ്ക് യു ഫോർ ദ റിവ്യൂ. അല്ലാണ്ട് ചെയ്യാം, മിനിമൽ മേക്കപ്പ് നമ്മുടെ ഡെയിലി യൂസിനൊന്നും കുഴപ്പമില്ല, ബ്രൈറ്റ്സിന് പറ്റില്ല. ഇത് കണ്ടോ നിങ്ങൾ? താങ്ക്സ് അടാക്കു. എൻ്റെ ഹെയർ നാച്ചുറൽ ഒറിജിനൽ ഹെയർ ആണ്. എൻ്റെ വിഗ് എക്സ്റ്റൻഷൻ. ഞാൻ ഐലാഷ് എക്സ്റ്റൻഷൻ ചെയ്യാൻ പോയാണ്. പക്ഷെ ഞാൻ മെയ്ബലിൻ്റെ ഒരു മസ്കാരയാണ് യൂസ് ചെയ്താൽ. മറ്റേ യെല്ലോ ഉണ്ടല്ല, ബബിൾ. അത് ഭയങ്കര സൂപ്പർ സ്റ്റേയും ഒടുക്കത്തെ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞും പോയി. ഭയങ്കര വേദന എനിക്ക് ഇട്ടേൻ്റെ അന്ന്. 3 ദിവസം എടുത്ത് കണ്ണിൽ നിന്ന് ഫുൾ അത് പോവാൻ. ഇല്ല, ലാഷ് ചെയ്തപ്പോഴല്ല, ഞാൻ മസ്കാര ഇട്ട് ഫുള്ള് കൊഴിഞ്ഞു പോയി. ഇവിടെ ഒരു കൺകോട്ടിയും വന്ന് കണ്ണിൽ കുരു. ഇട്ടല്ലേ ബ്ലഷ്? ചേച്ചി എൻ്റെ ലിപ്സ്റ്റിക് ഇരിപ്പുണ്ട് ആ ബാഗിനകത്ത്. മാക്കിൻ്റെ ലിപ് ലൈനറും കീക്കോ മിലാനോടെ ഒരു പിങ്ക് നോക്കുമോന്ന്. ഇതാകുമ്പോൾ നല്ല ലാസ്റ്റ് ചെയ്യും. പക്ഷെ ലൈനർ ഇട്ടിട്ടേ ബ്രൗൺ ആണോ വേണ്ടത്? ഇതാ അനസ്തേഷ്യയുടെ ഉണ്ട്, അനസ്താസിയ. ഓക്കെ ആണോ? ലിപ്സ്റ്റിക് ഇടാം. ഇവിടേക്ക് പിക്സ് ബോ ഉള്ള പോലെയാണ് കേട്ടോ. വേണം. നല്ല ലാസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ പരിപാടി കഴിഞ്ഞ് പോയാലും ഞാൻ റിമൂവ് ചെയ്യുന്നേരം ഇത് കാണും. അതൊക്കെയാണേ. ഇതിങ്ങനെ ഇടുമ്പോൾ ഭയങ്കര സ്റ്റിക്കിയാണ്. പക്ഷെ ഗ്ലാസ് ഇട്ട് ഇടുമ്പോൾ സ്റ്റിക്കിയല്ല, കുറേ നേരം ലാസ്റ്റും ചെയ്യും. ഓക്കെ ആണോ? നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സെറ്റിംഗ് സ്പ്രേ. മറന്നുപോയി. നമുക്ക് ഹെയർ സ്റ്റാർട്ട് ചെയ്യാം. ഫേസ് മേക്കപ്പ് ഡൺ. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല.
ഇനി ഹെയർ നമ്മൾ എന്തോ ചോദിച്ചാണ് സെന്റർ പാർട്ടീഷൻ ആ സ്ലീക്ക് അല്ലേ ഫ്രണ്ടിന്റെ ആ സ്ലീക്ക് സ്ലീക്ക് മാതിരി വന്നിട്ട് ആ എന്നിട്ട് എക്സ്റ്റൻഷനും ഞാൻ ആ ഹെയർ കണ്ടില്ല ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചാൽ അതേപോലെ തന്നെ വെച്ച് ആ അതല്ല ഇവിടെ നിന്ന് എടുത്തിട്ട് അവർ ട്വിസ്റ്റ് ചെയ്തല്ലേ ആ സ്ലൈഡ് ആ സോ ഗൈസ് നമ്മുടെ മേക്കപ്പ് ഏകദേശം അല്ലല്ലേ ചേച്ചി ഹെയറും എല്ലാം ഏകദേശം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിടണം ഇതൊക്കെ ഒന്ന് കേൾ ചെയ്തിടണം ഓക്കെ എന്നിട്ട് ഇനി ഡ്രസ്സ് ഇടണം ഭയങ്കര മിനിമലായിട്ടാണ് എല്ലാം ചെയ്യണം മേക്കപ്പ് ആൻഡ് ഹെയർ ഈ മിനിമൽ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് മാത്രം വെച്ചിട്ട് ചെയ്യണം അങ്ങനത്തെ പരിപാടിയല്ല ലൈക്ക് ഇതിൽ നമുക്ക് ഐ മേക്കപ്പ് ഒക്കെ ഭയങ്കര വിപുലീകരിച്ച് ചെയ്യാം പക്ഷേ നമ്മൾ വരെ സട്ടിലായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ ആൻഡ് ഇത്രയേ ഉള്ളൂ എൻ്റെ ലുക്ക് ഇനി കുറച്ച് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടണം ആൻഡ് ഫൈനൽ ഇത്രയാണ് ഗൈസ് ഇനി ഞാൻ ബാക്കി ലാസ്റ്റ് എല്ലാം ഒരുങ്ങി കേളക്കച്ചയായിട്ട് വിളിക്കാം അങ്ങനെ ഒരു 3-4 അല്ല ഗൈസ് അല്ല 2-3 അല്ല 3-4 മണിക്കൂറത്തെ പരിപാടിക്ക് ശേഷം എന്നെ ഇത്ര ഇങ്ങനെ ഒരുക്കി തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നന്നായിട്ടുണ്ട് മേക്കപ്പ് എൻ്റെ അടുത്ത് ചോദിച്ച് എന്തൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ലാത്ത എനിക്ക് ടെൻഷൻ കാരണം ഒന്ന് ഞാൻ എങ്ങനെ ആദ്യം വിചാരിക്കണം ഞാൻ വിചാരിക്കുന്നത് ഇന്ന് എനിക്കെന്താ ഫോട്ടോഷൂട്ടാണ് ഞാൻ പോവാം ഫോട്ടോ എടുക്കാം ഞാൻ തിരിച്ച് വീട്ടിൽ പോവാം അതാണ് പക്ഷേ എല്ലാവരുടെ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാവും അയ്യോ ഇന്നെൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്നുള്ള കാര്യം സോ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് ഓക്കെ ഹാപ്പിയാണ് ഓഫ് കോഴ്സ് ഞാൻ ഹാപ്പിയാണ് ഞാൻ മേക്കപ്പിൽ ഹാപ്പി കൊണ്ടാണ് ഞാൻ അജിയെ തന്നെ വിളിച്ചത് എനിക്ക് ഹെയറൊക്കെ നല്ല അടിപൊളിയാക്കി കെട്ടി തന്ന ഹെയറും ഫുൾ ഓവറോൾ അതേപോലെ അപ്പൂനെ അടിപൊളിയായിട്ട് ഒരിക്കലും ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് കണ്ടായിരുന്നു അത് നൈസായിരുന്നു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇപ്പോൾ ഗൈസ് ഞങ്ങൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്തെടുത്തേക്ക് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ടാറ്റ ബൈ ബൈ മുറ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കഴിഞ്ഞാൽ ടാറ്റ ബൈ ബൈ